ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അടുത്ത ഒരാൾ കൂടി അഡ്വക്കേറ്റ് ആവുകയാണ്. അപ്പം അയാളുടെ എൻറോൾമെൻ്റ് ആണെന്ന് ഹൈക്കോർട്ടിൽ വെച്ച്, എറണാകുളത്ത് വെച്ച്. അപ്പം ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഈ പോകുന്നത് അവൻ്റെ എൻറോൾമെൻറ്റ് കാണാനാണ്. പക്ഷേ മറ്റാരുമല്ല, കൊച്ചണ്ണൻ്റെ മകൻ അനഖ്നാഥാണ്. അപ്പം അനഖ്നാഥ് എന്നാണ് അവൻ്റെ യഥാർത്ഥ പേരെങ്കിലും ഞങ്ങൾ അവനെ കണ്ണാ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കൊല്ലത്തുനിന്ന് 7 മണിക്ക് പുറപ്പെടുന്ന ജനശതാബ്ദിക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവൻ്റെ എൻറോൾമെൻറ്റ് സത്യത്തിൽ 2:30-ക്ക് ആ ഒരു സെക്ഷനാണ്, 4ാമത്തെ സെക്ഷനാണ്. പക്ഷേ ഞങ്ങൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ അങ്ങ് എത്താമെന്ന് വിചാരിച്ചു, ബാക്കി സമയം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും കൂടെയൊക്കെ ഉള്ളതുകൊണ്ടൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ബസ് കിട്ടിയിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് ബസ് ഉണ്ട്. അത് മിക്ക സമയത്തും കാണും. അപ്പം നമ്മളൊരു ഇച്ചിരി ക്ഷമയോടെ നിന്നാൽ മതി. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കയറി. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നിന്നുവെങ്കിലും ഞങ്ങൾക്ക് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. അപ്പം ഞങ്ങളിപ്പം ആദ്യം ഹൈക്കോർട്ടിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പം അതിന് പകരം, കാരണം രാവിലെ ആണല്ലോ, നമുക്കൊരു 9-9:30 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ ഈ സമയം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ആദ്യം നമുക്ക് ബോട്ട് ജെട്ടിലേക്കൊന്ന് പോയി അവിടേക്കൊന്ന് കറങ്ങി, സുഭാഷ് പാർക്കിലേക്ക് ഒന്ന് കറങ്ങി, അതിനുശേഷം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഹൈക്കോർട്ടിലേക്ക് വരാമെന്ന് കരുതി ആണ് ഞങ്ങൾ ബോട്ട് ജെട്ടിൽ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ സുഭാഷ് പാർക്കൊന്നും അന്നേരം തുറക്കത്തില്ല, 11 മണിയൊക്കെ ആവും സുഭാഷ് പാർക്കൊക്കെ തുറക്കാൻ. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ചായയെല്ലാം അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. നല്ല ചായയായിരുന്നു കേട്ടോ. ആ ലോ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ കുടിച്ചത്. അങ്ങനെ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ സത്യത്തിൽ വീട്ടിൽ നിന്ന് കവിത ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് പോലും കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങിയ ശേഷം വിചാരിച്ചു മറൈൻ ഡ്രൈവ് വഴി ഇന്ന് തിരിച്ച് നമുക്ക് ഹൈക്കോർട്ടിലേക്ക് പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ഞങ്ങൾക്ക് ഒരു 2:30 മണി വരെ എന്തായാലും സമയമുണ്ട്. അപ്പോൾ ഇപ്പം മണി ഒരു 10:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പയ്യെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതായി നടക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. അപ്പം നമ്മൾ ആ ദൂരെ കാണുന്ന ആ ഒരു പാലം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു സർവ്വമയിലൊക്കെ ഉള്ള ആ പാട്ട് സീനിലൊക്കെ ഉള്ള ആ ഒരു പാലം തന്നെയാണ്. ഒരു കപ്പലിൻ്റെ മോഡലിൽ ആണ് ആ പാലം ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ 1-2 പാലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അത് കാണാൻ നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ അപ്പം അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സൈഡിലൊക്കെ നിന്ന് ആ ഒരു കായലിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി. അപ്പം അതൊരു രസമുള്ള കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് കാഴ്ച കാണുന്നതും നടക്കുന്നതും ഒക്കെ നമുക്ക് കാണുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ നല്ല ധൃതിയായിരുന്നു കേട്ടോ, ജോലിക്കൊക്കെ പോകണം. അപ്പം അതിൻ്റെയൊക്കെ ധൃതിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ദാണ്ട് ആ പാലം താഴോട്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ പലപ്പോഴും എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ബോട്ട് ജെട്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി, അപ്പം അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ സാധനം എടുക്കാനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം രാവിലെ വന്ന് സാധനം എടുക്കുക, പോവുക. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ജസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മെട്രോ, വാട്ടർ അങ്ങനെയൊക്കെ പോവും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനത്തെ ഈ ഒരു സ്ഥലം എനിക്ക് പുതിയതായിരുന്നു കേട്ടോ. വളരെ തണലുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഒരു ജംഗ്ഷനിൽ നിന്നും അടുത്ത ജംഗ്ഷനിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ തണലിലൂടെ നടന്നെത്താനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എരിപൊരി വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ട് നമ്മൾ ബാർ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു കെട്ടിടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പന്തൽ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെയിലൊക്കെ കൊള്ളാതെ ഇരിക്കാനായിട്ട്. അപ്പോൾ കുറേ സമയം നമ്മളവിടെ ഇരുന്നിട്ട് ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പം ഹൈക്കോർട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു സൂപ്പർ ഊണൊക്കെ കഴിച്ചു കേട്ടോ. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ബാർ കൗൺസിലിൻ്റെ ആ ഒരു പന്തലിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പം ബാലുവും കൊച്ചണ്ണനും കൂടെ ബ്രോഡ്വേ ഒക്കെ ഒന്ന് കറങ്ങാൻ പോയായിരുന്നു. അപ്പോഴും ബാലു കണ്ണനൊരു വാച്ച് മേടിച്ചു കേട്ടോ, ഗിഫ്റ്റ്, എൻറോൾമെൻറ്റിൻ്റെ ആ ഒരു ഗിഫ്റ്റ്. നല്ല ഭംഗിയുള്ളൊരു വാച്ചായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സമയം അപ്പോഴത്തേക്കും 2:30 മണിയൊക്കെ ആവാറായി. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൻ ഒന്ന് റെഡിയായിട്ട് വന്നു. ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും പിന്നെ കോട്ടും ഗൗണും നെക്ക് ബാൻഡുമാണ് അവരുടെ യൂണിഫോം. അപ്പം അതെല്ലാം സെറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ ഗൗൺ അങ്ങ് പോയിട്ട് ഇടത്തുള്ളൂ, ബാക്കിയെല്ലാം ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളുടെ പ്ലാൻ.
അങ്ങനെ നമ്മുടെ കണ്ണൻ താണ്ടെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം നമുക്കിനി ഫസ്റ്റ് ഗേറ്റ് വഴിയാണ് കയറേണ്ടത്. അപ്പം നമ്മൾ അവിടെ പോയി നിന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. കാരണം തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പം കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പം നമ്മളെല്ലാവരുടെയും കൂടെ നമ്മൾ ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹാളിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. കാരണം ഒരു കുട്ടിയാണെങ്കിലും അവരെ കൂടെ ഏകദേശം 10 പേരെങ്കിലും കാണും കേട്ടോ. അപ്പം നല്ല തിരക്കായിട്ടാണ് കേട്ടോ നമ്മൾ കയറിയത്. അപ്പം ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും ഏകദേശം ഹാള് നിറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നോക്കി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിരഞ്ജനയുടെ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ വശത്താണ് നിന്നത്. അതായത് ഡയസിൻ്റെ വലതു വശത്താണ് നിന്നത്. അപ്പം നമുക്ക് കാൻഡിഡേറ്റ്സിനെ കുട്ടികളെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പം അന്ന് നല്ല പാടുപെട്ടുകൊണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് വന്ന് നിന്നു കേട്ടോ. അപ്പം കുട്ടികളെല്ലാം ഇരിക്കുകയാണ്. അപ്പം ഫംഗ്ഷൻ ആരംഭിച്ചു. അപ്പം ഇത് ആ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്നാണ് പ്രതിജ്ഞ ചൊല്ലിയത്. അപ്പം അതിന് ശേഷമാണ് കേട്ടോ എൻറോൾമെൻറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നത്. അപ്പം കൂടെ വന്ന എല്ലാവരും അവരവരുടെ കുട്ടികൾ കയറുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പം നമ്മുടെ കണ്ണൻ നിൽക്കുന്നത് കണ്ടോ. അപ്പം നമ്മളെ കണ്ണനും ഇങ്ങനെ വരിയായിട്ട് കയറി വരികയാണ്. അപ്പം ഞങ്ങളും ഇങ്ങനെ സന്നദ്ധമായി നിൽക്കുകയാണ് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. Govind U. Govind U is enrolled. Anantnath yes. Anantnath yes is enrolled. Helena Sabu. Helena Sabu is enrolled. അപ്പം നമ്മുടെ അനഖ്നാഥിൻ്റെ എൻറോൾമെൻറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഈ ഒരു എൻറോൾമെൻറ്റ് കാണുന്നതിനാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ദാണ്ടെ ഒരു അഡ്വക്കേറ്റ് കൂടി വന്നിരിക്കുകയാണ്. ഓക്കെ, വലിയ ദേശീയ ഗാനവും പാടി ഞങ്ങൾ ആ ഫംഗ്ഷൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാണ്ടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കാരണം ഒരാൾ എൻറോൾമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള മറ്റുള്ളവർ എതിരേൽക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് കേട്ടോ. അപ്പം നമ്മളൊരു കണ്ണനും ഇറങ്ങി വന്നു. അപ്പോൾ കണ്ണനും ഒക്കെ പരിചയമുള്ള ആൾക്കാരെല്ലാം കണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം എല്ലാം ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ദാണ്ടെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾക്കപ്പോൾ 6:15 മെമു ആണ് കേട്ടോ ഞങ്ങൾക്ക് എറണാകുളത്തു നിന്ന് കൊല്ലത്തേക്കുള്ളത്. അപ്പം അത് മാത്രമല്ല, അത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവിടെയൊക്കെ വന്നിട്ട് പോകുന്നതാണ്. പിന്നെ അന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം തിരക്ക് അന്ന് അനുഭവപ്പെട്ടു. അപ്പം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഓടിപ്പോയി ചാടി കയറിയൊക്കെ ഞങ്ങൾക്ക് സീറ്റ് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ അഡ്വക്കേറ്റ് അനഖ്നാഥിൻ്റെ എൻറോൾമെൻറ്റ് വിശേഷങ്ങൾ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.